الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയപ്പെട്ട് സാക്ഷാൽ മുഅ്മിനുകളായി മുഅ്മിനാത്തുകളായി ജീവിച്ചു മരിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. മഹാകാരുണ്യവാനായ തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽ ബഖറ 21-22 വചനങ്ങൾ. യാ അയ്യുഹൻ നാസ്, ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവനായ നിങ്ങളുടെ നാഥന് വഴിപ്പെട്ട് നിങ്ങൾ ജീവിക്കുക. വല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളെ മാത്രമല്ല നിങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ച് മണ്ണടിഞ്ഞുപോയ നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചത് അവനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കാൻ വേണ്ടിയാണ് ഈ വിളംബരം നിങ്ങൾക്ക് നൽകുന്നത്. ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അല്ലാഹു ഏത് നാഥൻ എന്ന് വിശദീകരിച്ചുകൊണ്ട് വീണ്ടും പറയുന്നു, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി തന്നവനാണ് അവൻ. വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ ഒരു മേലാപ്പായി സംവിധാനിച്ചവനാണ് അവൻ. വഅൻസല മിനസ്സമാഇ മാഅൻ, മഴ വർഷിച്ചു തന്നവൻ. ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, ആ മഴയിൽ നിന്ന് വിവിധയിനം കായ്കനികളും പഴങ്ങളും നിങ്ങൾക്ക് ആഹാരമായി നൽകിയവൻ.
ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണ് എന്നറിഞ്ഞിരിക്കെ നിങ്ങൾ ആ നാഥന് സമന്മാരെ സങ്കല്പിക്കരുത്, പകരങ്ങൾ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വിശുദ്ധ ഖുർആൻ ആദ്യ അധ്യായമായ അൽ ഫാത്തിഹ മുതൽ അവസാനത്തെ അധ്യായമായ 114-ാമത്തെ അധ്യായമായ അന്നാസ് വരെ പാരായണം ചെയ്ത് കടന്നുപോകുന്ന ഒരു വായനക്കാരൻ 6236 ദൈവിക വചനങ്ങളിലൂടെ കടന്നുവന്ന ഒരു വായനക്കാരൻ മുസ്ഹഫ് മടക്കി വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴങ്ങുന്ന ഖുർആനിന്റെ സർവ്വ സന്ദേശ സാരമാണ് ഈ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞത്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. സൃഷ്ടിച്ചവനായ നിങ്ങളുടെ നാഥന് നിങ്ങൾ വഴിപ്പെടണം. ഉഅ്ബുദൂ റബ്ബക്കും എന്നാണ് പറയുന്നത്. അബൂജഹലെ, താങ്കൾ എന്റെ നാഥന് വഴിപ്പെടണം എന്നല്ല പറയുന്നത്. അബൂജഹലെ, താങ്കൾ താങ്കളുടെ നാഥന് വഴിപ്പെടണം. ഉത്ബത്തെ, ഷൈബത്തെ, ഉമയ്യത്തെ, നിങ്ങൾ നിങ്ങളുടെ നാഥന് വഴിപ്പെടണം. അതാണ് പ്രവാചകന്റെ ശബ്ദം. എന്റെയും നിങ്ങളുടെയും നാഥൻ ഒന്നാണ്. ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും. കാരണം എല്ലാവരെയും സൃഷ്ടിച്ച നാഥന് വഴിപ്പെടണം എന്നാണ് പറയുന്നത്. സൃഷ്ടികർമ്മം നടത്തിയത് ആരാണ് എന്ന കാര്യത്തിൽ ഇന്നോളം ആർക്കും തർക്കമില്ലല്ലോ. അഥവാ തർക്കിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യ സമൂഹത്തിൽ ഏറ്റവും ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ മൈക്രോസ്കോപ്പിക്കായ ഒരു സമൂഹം മാത്രമാണ് നിരീശ്വരവാദികളായി, യുക്തിവാദികളായി, ദൈവവിരുദ്ധരായി മാറിയിട്ടുള്ളത്. അടിസ്ഥാനപരമായി എല്ലാവരും തങ്ങളെ സൃഷ്ടിച്ചതും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതുമായ ഏകനായ ദൈവത്തെ അംഗീകരിക്കുന്നവരാണല്ലോ. ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ മുൻഗാമികളെ അല്ല, എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അവനാണ്. തർക്കമുണ്ടോ ആ വിഷയത്തിൽ? അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. ചെറുപ്രാണികൾ മുതൽ മഹാഗോളങ്ങൾ വരെ, ഏറ്റവും സൂക്ഷ്മജീവികൾ വരെ, പരമാണു വരെ, എല്ലാ സംഗതികളെയും സൃഷ്ടിച്ചവനായ ഖാലിഖ് അവനാണ് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. അല്ല, ഈ ഭൂമിയെ നിങ്ങൾക്കൊരു ഫിറാശായി, ഒരു വിരിപ്പാക്കി മാറ്റുന്നവൻ ആരാണ്? ക്ലാസ് മുറികളിൽ നിങ്ങൾ പഠിക്കുന്നു ഭൂമി ഒരു ഉരുണ്ട ഗോളമാണ് എന്ന്. ആ ഒരു ഉരുണ്ട ഭൂമി അല്ലല്ലോ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവം. ഒരു പരന്ന ഭൂമിയല്ലേ നിങ്ങൾക്കിവിടെ അധിവസിക്കാൻ പാകത്തിൽ, നിങ്ങൾക്ക് ഭംഗിയായി താമസിക്കാൻ പാകത്തിൽ ഈ ഭൂമിയെ ഒരു പരന്ന അനുഭവമാക്കി, ഒരു വിരിപ്പ് പോലെ ആക്കി തന്നവൻ ആരാണ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ. ആർക്കെങ്കിലും തർക്കമുണ്ടോ? ആകാശത്തേക്ക് നിങ്ങൾ നോക്കൂ. ആകാശത്തെ ഒരു മേലാപ്പായി അവൻ സംവിധാനിച്ചു. ഏത് കാലത്തും ജീവിക്കുന്ന ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യനോട് പോലും വിശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായി സംവദിക്കുന്നതിന്റെ തെളിവാണ്. ഇത് പണ്ഡിതന്മാർക്ക് മാത്രമുള്ള ഒരു ഗ്രന്ഥമല്ല. ഇത് മഹാജ്ഞാനികളും ശാസ്ത്രകാരന്മാരും ചിന്തകന്മാരും മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു ഗ്രന്ഥമല്ല. ഈ വിശുദ്ധ ഖുർആൻ എല്ലാവർക്കുമാണ്. ഹുദല്ലിന്നാസ്, വെള്ളം പോലെ, വെളിച്ചം പോലെ, വായു പോലെ എല്ലാവർക്കുമാണ് ഈ ഗ്രന്ഥമെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, ഏത് കാലഘട്ടത്തിൽ ഏത് ദേശത്ത് ജീവിക്കുന്ന ഏത് സാധാരണക്കാരനും കാണുന്ന അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വസ്സമാഅ ബിനാഅൻ, മുകളിലേക്ക് നോക്കൂ, ഈ പരന്നു കിടക്കുന്ന ആകാശമുണ്ടല്ലോ, എല്ലാവരുടെയും അനുഭവമല്ലേ. ഇങ്ങനെ ഒരു മേൽപ്പുര പോലെ ഈ ആകാശത്ത് സംവിധാനിച്ചവൻ, അവന് വഴിപ്പെടണം എന്നാണ് പറയുന്നത്. വൻസല മിനസ്സമാഇ മാഅൻ, മഴ മനുഷ്യന്റെ ഏറ്റവും നല്ല അനുഭവമല്ലേ? എല്ലാവരുടെയും അനുഭവമല്ലേ? പണ്ഡിതന്റെയും പാമരന്റെയും ശാസ്ത്രകാരന്റെയും കലാകാരന്റെയും രാഷ്ട്രീയ നേതാവിന്റെയും എല്ലാവരുടെയും അനുഭവമാണല്ലോ മഴ. വസ്സമാഅ ബിനാഅൻ പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞു വഅൻസല മിനസ്സമാഇ മാഅൻ. ആ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിച്ചു തരുന്നത് ആരാണ്? ആ മഴയാണല്ലോ മണ്ണിന്റെ മനസ്സിലേക്ക് ഇറങ്ങുന്നത്. ആ മണ്ണിന്റെ ഉള്ളിലുള്ള
വിത്തുകളെ മുളപ്പിച്ചെടുക്കുന്നത്, വരണ്ടുണങ്ങി ചതുപ്പായി തരിശായി കിടന്ന ഭൂമിയെ ഹരിതാഭമാക്കുന്നത്, അതിൽ സസ്യലതാദികൾ മുളപ്പിക്കുന്നത്, അതിൽ വിവിധതരം കായ്കനികൾ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് റിസ്ഖല്ലക്കും, നിങ്ങൾക്ക് ആഹാരമായി തരുന്നവൻ ആരാണ്? ആ അല്ലാഹുവിന്, ആ നാഥന്, ആ സൃഷ്ടികർത്താവിന് നിങ്ങൾ വഴിപ്പെടണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്. എല്ലാ സമൂഹങ്ങളിലേക്കും നാം ദൈവദൂതന്മാരെ നിയോഗിച്ചു. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത് അൻ ഇഅ്ബുദുല്ലാഹ്, ഈ അല്ലാഹുവിനെ വഴിപ്പെടണം എന്ന സന്ദേശവുമായിട്ടാണ് എല്ലായിടങ്ങളിലേക്കും അല്ലാഹു എല്ലാ പ്രവാചകന്മാരെയും നിയോഗിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എത്ര ലളിതമായ, എത്ര സുതാര്യമായ, എത്ര സുഗ്രാഹ്യമായ ഒരാശയമാണ്, ഒരു സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പാകെ, അല്ല മനുഷ്യ സമൂഹത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നത്. എല്ലാ ഭേദചിന്താഗതികൾക്കും അപ്പുറം മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ്, യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സന്ദേശം അല്ലാഹു നൽകുന്നത്. ഇതാണ് അല്ലാഹുവിന്റെ വഴി. ആ അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട്, പരമമായ അനുസരണം അവന് മാത്രം സമർപ്പിച്ചുകൊണ്ട്, ആ അല്ലാഹുവിന് മാത്രം വിധേയത്വം സമർപ്പിച്ചുകൊണ്ട്, ഇനി ആരെയെങ്കിലും അനുസരിക്കുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ, വിധേയപ്പെടുന്നുവെങ്കിൽ അതാ അല്ലാഹുവിനോടുള്ള അനുസരണത്തിന്റെ, വിധേയത്വത്തിന്റെ വെളിച്ചത്തിൽ മാത്രം മറ്റുള്ളവരെ അംഗീകരിക്കുന്ന ഒരു ജീവിതത്തിന്റെ വഴി. ഇതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ആരാധനകളും പ്രാർത്ഥനകളും അവന് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ. അടിമത്തത്തിന്റെ ഭാവങ്ങൾ അവന്റെ മുമ്പിൽ മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. പരമമായ ആത്യന്തികമായ അനുസരണം അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ. അഥവാ അല്ലാഹുവിന്റെ വിധേയത്വത്തിനെതിരാണ് നിങ്ങളുടെ ഉമ്മയോടുള്ള അനുസരണമെങ്കിൽ ആ അനുസരണം പാടില്ലെന്ന് വിലക്കുന്നു വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ലാ താഅത, വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ വിശദീകരിച്ച തൗഹീദി ആശയത്തെ അല്ലാഹുവിന്റെ പ്രവാചകൻ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് വീണ്ടും വ്യാഖ്യാനിച്ചു തന്നു. ലാ താഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, ലാ താഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഖാലിഖിനെ ധിക്കരിച്ചുകൊണ്ട്, സൃഷ്ടികർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്കും അനുസരണമില്ല. അത് എത്ര പ്രിയപ്പെട്ടവരായാലും, അത് ഭരണകൂടമായാലും, അത് മാതാപിതാക്കളായാലും, അത് സംഘടനാ നേതാക്കളായാലും, അത് പുരോഹിതന്മാരായാലും, ലാ ത്വാഅത ലിമഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിനും അനുസരണമില്ല. ഇങ്ങനെ അല്ലാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള, നിങ്ങൾക്ക് ജീവനും ജീവിതവും നൽകിയ, വായുവും വെള്ളവും വെളിച്ചവും നൽകിയ അല്ലാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണ് യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും. ഇതാണ് അല്ലാഹുവിന്റെ വഴി. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ ദീനിഹി എന്ന് വിശുദ്ധ ഖുർആൻ പറയും. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാണ് എന്റെ നേരായ ചൊവ്വായ വഴി, ഇതാണ് എന്റെ നേരായ വഴി, വക്രതകളില്ലാത്ത, വളവുകളില്ലാത്ത, വൈകല്യങ്ങളില്ലാത്ത വഴി. ഇത് നിങ്ങൾ പിന്തുടരണം. ഇത് നിങ്ങൾ പിൻപറ്റിയില്ലെങ്കിൽ വലാ തത്തബിഉസ് സുബുൽ, മറ്റു വഴികളിലേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ പോയാലോ ഫതഫറഖ ബികും അൻ സബീലിഹി, നാഥന്റെ വഴിയിൽ നിന്ന് അതെല്ലാം നിങ്ങളെ വ്യതിചലിപ്പിച്ചു കളയും. അതുകൊണ്ട് അല്ലാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട്, അവന് വഴിപ്പെട്ടുകൊണ്ട് ഈ ജീവിതമാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഈ വഴിപ്പെടലിന്റെ ജീവിതത്തിന് പകരം, ഈ വഴിപ്പെടലിന്റെ ജീവിതത്തിന് പകരം നിങ്ങൾ നയിക്കുന്ന ഏത് ജീവിതവും വഴിവിട്ട ജീവിതമാണ്. വഴിവിട്ട ജീവിതം എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ ജീവിതമാണ്. ഏറ്റവും വലിയ പാപം അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നു ഈ ആയത്തിന്റെ പിന്നാലെ. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അല്ലാഹുവിന്റെ ഈ വഴിയിലുള്ള ജീവിതത്തിന് പകരം മനുഷ്യ നീ തെരഞ്ഞെടുക്കുന്ന ഏത് വഴിയും വഴിവിട്ട ജീവിതമാണ്. വഴിവിട്ട ജീവിതം പാപങ്ങളുടെ ജീവിതമാണ്. ഏറ്റവും ഗുരുതരമായ പാപം ഏതാണ്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അവനാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്കറിയാം, അവനാണ് മഴ വർഷിക്കുന്നത് നിങ്ങൾക്കറിയാം, അവനാണ് നിങ്ങൾക്ക് ആഹാരം തരുന്നത് എന്ന് നിങ്ങൾക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അവന് പകരക്കാരനെ സ്വീകരിക്കുക, അവന് തുല്യരായ മറ്റുള്ളവരെ സങ്കല്പിക്കുക. ഇതാണ് ഏറ്റവും ഗുരുതരമായ പാപം. അത് സംഭവിച്ചു പോകരുത്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. നബിയോടൊരു സഹാബി ചോദിക്കുന്നു, അയ്യു ദംബി അഅ്ലമു യാ റസൂലല്ലാഹ്, അയ്യു ദംബി അഅ്ലമു ഇൻദല്ലാഹ്, അല്ലാഹുവിങ്കൽ ഏറ്റവും ഗുരുതരമായ പാതകം ഏതാണ് റസൂലേ? പ്രവാചകൻ പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക,
ഈ ആയത്തിനെ വിശദീകരിക്കുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ ഫഹുവ ഖലഖക. ആ നാഥനാണ് നിന്നെ സൃഷ്ടിച്ചതെന്നിരിക്കെ അവനൊരു നിദ്ദിനെ സങ്കല്പിക്കുക, അവനൊരു പകരത്തെ നിങ്ങൾ സങ്കല്പിക്കുക, അവനൊരു തുല്യനെ നിങ്ങൾ സങ്കല്പിക്കുക, അവന് പങ്കാളികളെ സങ്കല്പിക്കുക. ഇതാണ് ഏറ്റവും ഗുരുതരമായ പാപം. വിശുദ്ധ ഖുർആൻ ഈ ശിർക്കിനെ ഇസ്മുൻ അലീം എന്ന് വിളിച്ചു. ഇസ്മുൻ അലീം, ഏറ്റവും ഗുരുതരമായ പാപം. ളുൽമുൻ അലീം, ഏറ്റവും ഭീകരമായ അതിക്രമം. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ളുൽമേത. വിശുദ്ധ ഖുർആൻ പറയുന്നു, ശിർക്കാണ് ഏറ്റവും വലിയ ളുൽമ്. ലാ തുശ്രികു ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അലീം. സൂറ ലുഖ്മാൻ. ലുഖ്മാൻ തന്റെ മകനെ ഉപദേശിക്കുകയാണ്, ലാ തുശ്രികു ബില്ലാഹ്, ഒരിക്കലും നീ ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലളുൽമുൻ അലീം, അതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും കൊടിയ അക്രമം എന്ന് മഹാനായ ലുഖ്മാൻ മകന് ഉപദേശം നൽകുന്നതായി കാണാൻ കഴിയും. നിങ്ങൾ അങ്ങനെ ശിർക്ക് വെച്ചാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹു നിങ്ങളോട് പൊറുക്കുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന്റെ താഴെയുള്ള പാപങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ വിട്ടുകൊടുക്കും. പക്ഷേ അല്ലാഹുവിനോട് ശിർക്ക് ചെയ്താൽ ഒരിക്കലും അവൻ പൊറുക്കുകയില്ല. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അലീമ. ശിർക്ക് വെച്ചവൻ ഏറ്റവും വലിയ അതിക്രമമാണ് ചെയ്തിട്ടുള്ളത് എന്ന് സൂറത്തുൻ നിസാഇൽ അല്ലാഹു പറയും. എല്ലാ പ്രവാചകന്മാരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞൂല ഇന്ന ശിർക്ത, എന്നിട്ട് മുഹമ്മദ് നബിയോട് പറഞ്ഞൂല ഇന്ന ശിർക്ത, നീ ശിർക്ക് വെച്ചു പോയാൽ ലയഹ്ബതന്ന അമലുക, എല്ലാം പാഴായി, എന്റെ ജീവിതത്തിലെ എല്ലാ സുഹൃത്തുക്കളും പാഴായി. ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ, നീ ഏറ്റവും വലിയ പാപ്പരായി മാറാൻ പോവുകയാണ് ശിർക്കിലൂടെ. ശിർക്ക് വെച്ചാൽ നിന്റെ എല്ലാം പാഴായി എന്ന് പ്രവാചകനോട് പറയുന്നു. ലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, നമ്മളിൽ ചിലരെ നമ്മൾ റബ്ബുകളായി സ്വീകരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ അധികാരാവകാശങ്ങളോട് കിടനിൽക്കുന്ന രീതിയിൽ അവരെ സങ്കല്പിച്ചുകൊണ്ട്, അവർക്ക് വിധേയപ്പെട്ടുകൊണ്ട്, അവരെ റബ്ബുകളായി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പാടില്ല. എന്തുകൊണ്ട്? അല്ലാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, അല്ലാഹുവാണ് നിങ്ങൾക്ക് ജീവനും ജീവിതവും നൽകിയവൻ. ഇതെല്ലാം അവനാണെന്നിരിക്കെ നിങ്ങൾ മറ്റൊരാളെ അവന് പകരമായി സങ്കല്പിച്ചാൽ, അവനെ അംഗീകരിക്കുന്നത് പോലെ അംഗീകരിച്ചാൽ, അവനെ അനുസരിക്കുന്നത് പോലെ അനുസരിച്ചാൽ, അവന് വിധേയപ്പെടേണ്ടതുപോലെ വിധേയപ്പെട്ടാൽ അത് അല്ലാഹു പുറത്തു തരികയില്ല. ഒരുപാട് സംരക്ഷണം നൽകി ജീവിതം തന്നെ സമർപ്പിച്ചുകൊണ്ട് മക്കളെ വളർത്തുന്ന ഒരു പിതാവിനെ സങ്കല്പിച്ചു നോക്കൂ. ആ പിതാവിന് കിട്ടേണ്ട പരിഗണന, അദ്ദേഹത്തിന് കിട്ടേണ്ട ആദരവും സ്നേഹവും അനുസരണവും, ആ പരിഗണന ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കെ, ഇതെല്ലാം സൗജന്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കെ ഒരു മകൻ അയലത്തെ വീട്ടിലെ പിതാവിനാണ് നൽകുന്നതെങ്കിൽ, മറ്റൊരു ഉപ്പയ്ക്കാണ് നൽകുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ ഉപ്പ സഹിക്കുക? ഇത് സഹിക്കാൻ മനുഷ്യന് സാധ്യമല്ലെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും കാരുണ്യം ചൊരിയുകയും എല്ലാം നൽകുകയും ചെയ്ത് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, യാ അയ്യുഹൽ ഇൻസാൻ മാ ഗർറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. മനുഷ്യ, ഇതെല്ലാം അനുഭവിച്ചിട്ട് നീ വഞ്ചനയിൽപ്പെട്ടു പോകുന്നത് എന്താണ്? നീ എന്തുകൊണ്ടാണ് നന്ദികേടിന്റെ മാർഗം സ്വീകരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. പക്ഷേ റബ്ബുകളായി പരസ്പരം ദൈവങ്ങളാക്കി മാറ്റുന്ന സമ്പ്രദായം കൽപ്രതിമകൾ മാത്രമല്ല, മനുഷ്യ ദൈവങ്ങൾ. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. ഇന്നത്തെ പത്രം തുറന്നു നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. തമിഴ്നാട്ടിലെ നിരീശ്വരവാദിയായ മുഖ്യമന്ത്രിക്കും അവിടെ അമ്പലമുണ്ടായി നാം. ഇന്നത്തെ വാർത്ത. കരുണാനിധിക്ക് വേണ്ടി ഒരു പുതിയ ക്ഷേത്രമുണ്ടാക്കി, 3 നേരം പൂജ നടത്തുന്ന ഒരു ക്ഷേത്രം. കരുണാനിധി നിരീശ്വരവാദിയാണ്, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം നിരീശ്വര പ്രസ്ഥാനമാണ്. പക്ഷേ തമിഴ് മക്കൾക്ക് ആദരവും ആരാധനയും കൂടിയിട്ട് കരുണാനിധിക്കും 3 നേരം പൂജ നടക്കുന്ന ഒരു അമ്പലമുണ്ടാക്കി എന്ന് നമ്മൾ വായിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫലാ തജാലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കെ അല്ലാഹനെ അംഗീകരിക്കുന്നത് പോലെ, അല്ലാഹനെ കാണുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്വീകരിക്കുകയാണോ? ലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്. നിങ്ങൾ മറ്റുള്ളവരെ, നമ്മളിൽപ്പെട്ട ആളുകളെ, നമ്മളെപ്പോലെ പല ദൗർബല്യങ്ങളുള്ള മനുഷ്യരെ റബ്ബുകളായിട്ട് അംഗീകരിക്കുകയാണോ? ഒരിക്കലും പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയും. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എന്തുമാത്രം ശിർക്കിൽ സൂക്ഷ്മത വേണമെന്ന് ചോദിച്ചാൽ വിശദീകരിക്കാൻ സന്ദർഭമില്ല. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, സംഭാഷണത്തിൽ നിങ്ങൾ വാചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ അള്ളാഹുവിനെയും മനുഷ്യരെയും തുല്യവിധാനത്തിൽ നിർത്തുന്ന വാചകങ്ങൾ പോലും പറയരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനും മുതലാളിയും കൂടി തീരുമാനിച്ചിട്ട്
എന്നുണ്ടല്ലോ. പടച്ചവന് മുതലാളി ഉദ്ദേശിച്ചതുകൊണ്ട് അങ്ങനെ നടന്നു. ഒരിക്കലും വിശ്വാസികൾ പറഞ്ഞുകൂടുന്ന പ്രവാചകൻ ലാ തഖൂലു മാഷാ അല്ലാഹു വശാ ഫുലാൻ വലാകിൻ ഖൂലു മാഷാ അല്ലാഹു സുമ്മ ശാ ഫുലാൻ. ഒരിക്കലും നിങ്ങൾ അല്ലാഹു ഉദ്ദേശിച്ചത്, അല്ലാഹുവും ഇന്ന മനുഷ്യനും ഇന്ന വ്യക്തിയും ഉദ്ദേശിച്ച് കാര്യം നടന്നു എന്നൊരിക്കലും നിങ്ങൾ പറയാൻ പാടില്ല. വലാകിൻ ഖൂലു മാഷാ അല്ലാഹു സുമ്മ ശാ ഫുലാൻ. അല്ലാഹു ഉദ്ദേശിച്ച കാര്യം ഒരു സുമ്മ കൊണ്ടെങ്കിലും അവിടെ വേർതിരിക്കണം. പ്രിയമുള്ളവരെ മനസ്സിലാക്കണം, ഒരാളുമായിട്ട് അല്ലാഹുവിനെ തുല്യവിധായത്തിൽ നിർത്തുന്ന ഒരു വാചകം പോലും പറയരുത്. അവിടെ മഖ്ലൂക്കാണെങ്കിൽ ഒരു സുമ്മ കൊണ്ടെങ്കിലും ഒരു മതില് കെട്ടണം, ഒരു വേർതിരിവ് വേണം, പിന്നെ അദ്ദേഹം എന്ന് പറയാം. പക്ഷേ അല്ലാഹുവും അയാളും എന്ന ഒരു പ്രയോഗം പോലും നിങ്ങൾ നടത്തരുത് എന്ന് ശിർക്കിന്റെ കാര്യത്തിൽ സംഭാഷണത്തിൽ പോലും സൂക്ഷ്മത പാലിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചിരിക്കുന്നു. വേറെയും ഒരുപാട് പാപങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അല്ലാഹുവിന്റെ വഴിയിലെ ജീവിതം, ആ വഴിയിലെ ജീവിതമല്ലെങ്കിൽ പിന്നെ വഴിവിട്ട ജീവിതമാണ്, പാപങ്ങളുടെ ജീവിതമാണ്. ഏറ്റവും ഗുരുതരമായ പാപമാണ് ശിർക്ക്. വേറെയും ഒരുപാട് പാപങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട്. ഗൗരവം മുൻനിർത്തി പ്രവാചകൻ എണ്ണി ചില പാപങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു, ഇജ്തനിബുസ് സബഅൽ മൂബിഖാത്ത്, നിങ്ങൾ 7 വൻപാപങ്ങൾ, പാതകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർജിക്കണം. ഖാലു യാ റസൂലല്ലാഹ് വമാ ഹുന്ന, അതേതൊക്കെയാണ് നബിയെ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ വിശദീകരിച്ചു, അശ്ശിർക്കു ബില്ലാ, ഒന്നാമത്തേത് ശിർക്ക് തന്നെയാണ്. വസ്സിഹ്റു, രണ്ടാമത്തേത് മാരണമാണ്. മനുഷ്യരെ മനോവിഭ്രാന്തിയിൽ അകപ്പെടുത്തി, മിഥ്യാവിചാരങ്ങളിൽ അകപ്പെടുത്തി, അവരെ ഭ്രമിപ്പിച്ച് അവരുടെ മാനസികാരോഗ്യം തകർത്ത് അവരുടെ കുടുംബബന്ധങ്ങൾ ശിഥിലീകരിക്കുന്ന മാരണം, കൂടോത്രം പോലുള്ള വിദ്യകൾ. വസ്സിഹ്റു, രണ്ടാമത്തെ സബഉൽ മൂബിഖാത്തിൽ രണ്ടാമത്തേതായി പ്രവാചകൻ വിശദീകരിക്കുന്നു. ഇത് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കാൻ കഴിയുന്ന ഒരു വിദ്യയായതുകൊണ്ടാണ്. ജനങ്ങളെ വല്ലാതെ ആവേശിച്ച് മറ്റൊന്നാക്കി മാറ്റാൻ കഴിയും, സ്വന്തമായി കഴിവുണ്ട് എന്ന അർത്ഥത്തിലല്ല. ജനങ്ങൾക്കിടയിൽ ഫിത്നയുണ്ടാക്കാൻ കഴിയുന്ന, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന, കുടുംബബന്ധങ്ങളെ ശിഥിലീകരിക്കാൻ കഴിയുന്ന, ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു മാർഗം എന്ന നിലയിൽ പറയുന്നു. വസ്സിഹ്റു, രണ്ടാമത്തേത് മാരണമാണ് എന്ന് വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് ഒരു സ്ഥലത്ത് പറഞ്ഞത് മാ യദുറുഹും വലാ യൻഫഉഹും എന്നാണ്. മാ യദുറുഹും വലാ യൻഫഉഹും, ഉപദ്രവകരമായ ഒരു വിദ്യ, അവർക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത ഒരു വിദ്യ എന്ന് വിശേഷിപ്പിച്ച സിഹ്ർ രണ്ടാമത്തെ ഏറ്റവും കടുത്ത ബാധകമാണ്. വഖത്ലു നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അന്യായമായി മനുഷ്യരെ കൊല ചെയ്യുക. ഇതാണ് ഏറ്റവും ഗുരുതരമായ മൂന്നാമത്തെ പാപം എന്ന് പറയുന്നത്. വിശദീകരിക്കേണ്ടതില്ലല്ലോ. വിശുദ്ധ ഖുർആൻ ആരെങ്കിലും അന്യായമായി ഒരാൾ കൊന്നാൽ ആ കൊല മനുഷ്യ സമുദായത്തെ മുഴുവൻ കൊന്നതിന് തുല്യമാണ്. മൻ ഖത്തല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖത്തല അന്നാസ ജമിഅ, ഒരാളെ കൊല്ലുകയല്ല, 600 കോടി മനുഷ്യർ ഭൂമിയിലുണ്ടെങ്കിൽ അവരെ മുഴുവൻ കശാപ്പ് ചെയ്തത് തുല്യമാണ് അന്യായമായ ഒരു കൊലപാതകം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയുണ്ടായി. പിന്നെ പറഞ്ഞു അക്ലു റിബ, പലിശ ഭോജനം. വിശദീകരിക്കേണ്ടതില്ലല്ലോ. അല്ലദീന യഅ്കുലൂന റിബ ലാ യഖൂമുന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതു ശൈത്താനു മിനൽ മസ്, പിശാച് ബാധയേറ്റ് വേച്ച് വീണ് എഴുന്നേറ്റ് വരുന്ന ഒരു മനുഷ്യനായി, ഏറ്റവും അപമാനിതനായി പരലോകത്ത് അവൻ ഹാജരാക്കപ്പെടുമെന്ന് പ്രവാചകൻ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു വഅക്ലു മാലിൽ യതീം, അതുപോലെ അനാഥകളുടെ സ്വത്ത് അന്യായമായി തിന്നുക. അല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ളുൽമൻ, വിശുദ്ധ ഖുർആൻ പറയുകയാണ് അന്യായമായി അനാഥകളുടെ മുതൽ തിന്നുന്നവൻ അവരുടെ വയറ്റിൽ തീയാണ് നടത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ പറയുകയുണ്ടായി. പിന്നെ പറഞ്ഞു വത്തവല്ലി യൗമസ്സഹ്, ധർമ്മവും അധർമ്മവും തമ്മിൽ, സത്യവും അസത്യവും തമ്മിൽ പോരാട്ടം നടക്കുന്ന സന്ദർഭങ്ങളിൽ, ആ യുദ്ധ രംഗം കൊടുമ്പിരിക്കൊള്ളുന്ന സന്ദർഭത്തിൽ സത്യത്തിന്റെ പക്ഷത്തു നിന്ന് ധർമ്മത്തിന്റെ പക്ഷത്തു നിന്ന് പിന്തിരിഞ്ഞോടൽ, ഇതാണ് ഏറ്റവും ഗുരുതരമായ ആറാമത്തെ പാതകം. വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, ഇമാം ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഹദീസിൽ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുകയാണ് വഖദ്ഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, അശ്രദ്ധകളായ, എന്നാൽ നല്ല പതിവ്രതകളായ സൽവൃത്തുകളായ വനിതകളെ സംബന്ധിച്ച്, സ്ത്രീകളെ സംബന്ധിച്ച് അപവാദങ്ങൾ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞു വരുത്തുക. ഇതാണ് ഏറ്റവും ഗുരുതരമായ ഏഴാമത്തെ പാപം.
ഇങ്ങനെ പ്രവാചകൻ ഗൗരവം മുൻനിർത്തി ഓരോരോ പാപങ്ങൾ എണ്ണി നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുകയുണ്ടായി. ഇന്ന മിൻ അക്ബരിൽ കബായിർ, മറ്റൊരു വചനത്തിൽ പ്രവാചകൻ പറയുന്നു, ഏറ്റവും ഗുരുതരമായ തെറ്റുകളിലൊന്നാണ് റജുലു വാലിദൈഹി, ഒരാൾ സ്വന്തം മാതാപിതാക്കളെ ശപിക്കുക. സ്വന്തം മാതാപിതാക്കളെ ഉമ്മവാപ്പമാരെ ഒരാൾ ശപിക്കുക. കേട്ടിരുന്നവർ ചോദിച്ചു, ഖീല യാ റസൂലല്ലാഹ് കൈഫ യൽഅനു റജുലു വാലിദൈഹി, ഒരു മനുഷ്യൻ അയാളുടെ ഉമ്മവാപ്പമാരെ ശപിക്കുമോ? പ്രവാചകൻ പറഞ്ഞു, അവൻ സ്വന്തം ഉമ്മവാപ്പമാരെ ചിലപ്പോൾ ശപിക്കുകയില്ല, പക്ഷേ അവൻ മറ്റുള്ളവരുടെ മാതാപിതാക്കളെ ശകാരിക്കും. അപ്പോൾ അവർ ഇവന്റെ മാതാപിതാക്കളെ ശപിക്കും. ഫലത്തിൽ മക്കൾ മാതാപിതാക്കളെ ശപിപ്പിക്കുകയാണ്. അതുവഴി സ്വയം ശപിക്കുന്നതിന് തുല്യമായ പാതകമാണ് അവർ ചെയ്തത്. അതുകൊണ്ട് അത് ഗുരുതരമായ തെറ്റാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠകൾ, ഭാഗ്യം പരീക്ഷിക്കുന്ന കോലുകൾ, ഇതെല്ലാം റിജ്സും മിൻ അമലിശ് ശൈത്താൻ, പൈശാചിക വൃത്തികളിൽപ്പെട്ട കേവലം മാലിന്യങ്ങളാകുന്നു, റിജ്സാകുന്നു. ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ, ജീവിതത്തിൽ വിജയിക്കണോ ഇത്തരം എല്ലാ പാപങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ നമ്മെ ഉണർത്തുന്നു. വിശദീകരിക്കേണ്ടതില്ലല്ലോ, ഓരോന്നും നമുക്കെല്ലാം അറിയാം. അതിന്റെയൊക്കെ അനന്തരഫലങ്ങൾ അറിയാം. എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന നമ്മുടെ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ, ലഹരി വിമുക്ത മലപ്പുറം എന്നൊരു ക്യാമ്പയിൻ നമുക്ക് നടത്തേണ്ടി വരുന്നത്? വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹം 98% ജീവിക്കുന്ന മഹല്ലുകളിൽ ലഹരിമുക്ത മഹല്ല് ബോധവൽക്കരണം നടത്തേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ്? വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, ആത്മപരിശോധന നടത്തേണ്ട വിഷയമാണ്. പാപങ്ങൾ റിജ്സും മിൻ അമലിശ് ശൈത്താൻ, പൈശാചിക വൃത്തികളിൽപ്പെട്ട മാലിന്യങ്ങളാകുന്നു പാപങ്ങൾ. പാപം മാലിന്യമാണ് എന്ന ബോധമാണ് വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് സംക്രമിപ്പിക്കുന്നത്. പാപങ്ങളെല്ലാം മാലിന്യങ്ങളാകുന്നു. പഞ്ചായത്തിനെ മാലിന്യമുക്തമാക്കണമെന്ന് നമുക്ക് മോഹമുണ്ടല്ലോ. റോഡുകൾ മാലിന്യമുക്തമാക്കണം. റോഡുകളുടെ സൈഡുകളിലൂടെ ഒഴുകുന്ന ദുർഗന്ധത്തിന്റെ ഓടകൾ, നമുക്ക് ആ മാലിന്യങ്ങൾ സംസ്കരിക്കണം. തീർച്ചയായും മാലിന്യമുക്തമാക്കണം, അതൊക്കെ നിർബന്ധമാണ്. പക്ഷേ നമ്മൾ അറിയണം, ഓടകളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സുകളുടെ മാലിന്യമുണ്ടല്ലോ, ഹൃദയത്തിന്റെ മാലിന്യമുണ്ടല്ലോ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ, ജീവിതത്തിൽ വിജയിക്കണമോ ഇത്തരം മാലിന്യങ്ങളെല്ലാം തുടച്ചു നീക്കാൻ നിങ്ങൾ സന്നദ്ധരാകണം, എന്നാലേ നിങ്ങൾക്ക് വിജയമുണ്ടാവുകയുള്ളൂ. എല്ലാവിധ അഴുക്കുകളിൽ നിന്നും അകലെ, എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും ദൂരെയായിരിക്കണം വിശ്വാസി സമാജത്തിന്റെ ജീവിതം. വൻപാപങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ, കൊച്ചു പാപങ്ങളെ നിസ്സാരീകരിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതും പാടില്ലെന്ന് പ്രവാചകൻ വിലക്കുകയുണ്ടായി. കൊച്ചു പാപങ്ങൾ, ചെറിയ തെറ്റുകൾ, ചെറുതല്ലേ, അല്ല നമുക്ക് പുറത്തു തരുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് അലംഭാവത്തോടുകൂടി മുമ്പോട്ട് പോകാൻ പാടില്ല. ശിർക്ക് പോലെ, സിഹ്ർ പോലെ, കൊല പോലെ, മദ്യം പോലെ, വ്യഭിചാരം പോലെ, പലിശ പോലെ, അനാഥ മക്കളുടെ സമ്പത്തിന്റെ ചൂഷണം പോലെ വൻപാപങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൊച്ചു പാപങ്ങളും തെറ്റുകളും പോലും വളരെ ജാഗ്രതയോടുകൂടി വിശ്വാസികൾ വീക്ഷിക്കണമെന്ന് പ്രവാചകൻ പറഞ്ഞു. ഇയ്യാക്കും വമുഹഖിറാത്തുൽ ദുനൂബ്, കൊച്ചു പാപങ്ങളെ നിങ്ങൾ കരുതിയിരിക്കണം. ഫഇന്നഹുന്ന യജ്തമിഉന അലർ റജുലി ഹത്താ യുഹ്ലികനഹു, പ്രവാചകൻ പറയുകയാണ്, ആ കൊച്ചു പാപങ്ങളെല്ലാം ഒരുമിച്ചുകൂടി അവനെ നശിപ്പിക്കും. അതുകൊണ്ട് കൊച്ചു തെറ്റുകൾ നിങ്ങൾ കരുതി നിസ്സാരമല്ലേ എന്ന് നിങ്ങൾ അവഗണിക്കാൻ പാടില്ല. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, ഇന്ന ശൈത്താന ഖദ് യഇസ അൻ തഅബദൽ അസ്നാമു ഫീ അർളിൽ അറബ്. ഇസ്ലാമിന്റെ വിപ്ലവം നടന്നതിന് ശേഷം, പ്രവാചകന്റെ തസ്കിയത്തും തർബിയത്തും ഒക്കെ നടന്നതിന് ശേഷം പ്രവാചകൻ പറയുകയാണ്, ഇന്ന ശൈത്താന ഖദ് യഇസ, പിശാചിപ്പോൾ നിരാശനാണ്. അൻ തഅബദൽ അസ്നാമു ഫീ അർളിൽ അറബ്, ഈ അറബ് രാജ്യത്ത് വിഗ്രഹങ്ങൾ പൂജിക്കപ്പെടുന്ന ഒരു ശിർക്ക്, അതിനെ സംബന്ധിച്ച് പിശാച് നിരാശനാണ്, അത് സംഭവിക്കുകയില്ല. പക്ഷേ വലാകിന്നഹു സയർലാ മിൻകും ബിദൂന ദാലിക് ബിൽ മുഹഖിറാത്ത്, പ്രവാചകൻ പറയുന്നു, കൊച്ചു പാപങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ പാപങ്ങളിലൂടെ സഞ്ചരിക്കും എന്ന കാര്യത്തിൽ അവൻ സംതൃപ്തനാണ്. കാരണം വഹിയൽ മൂബിഖാത്ത് യൗമൽ ഖിയാമ, ആ കൊച്ചു മുഹഖിറാത്തുകൾ, കൊച്ചു പാപങ്ങൾ അന്ത്യനാളിൽ മൂബിഖാത്തുകളായി മാറും. അതെല്ലാം ഒരുമിച്ചുകൂടി വൻപാപങ്ങളായി മാറാൻ സാധ്യതയുണ്ടോ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ ഗൗരവത്തിൽ
നമുക്ക് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. പാപങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടുള്ള ഒരു ജീവിതത്തിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് ഒരാൾ മറ്റൊരാളെക്കുറിച്ച് ഓർക്കാത്ത, ഒരാൾ മറ്റൊരാളെ തിരിഞ്ഞു നോക്കാത്ത, ഒരാൾ മറ്റൊരാളെ പരിഗണിക്കാൻ നിൽക്കാത്ത ഒരു ദിനത്തെക്കുറിച്ച്, അത്തരം സന്ദർഭങ്ങളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ഖുർആനും ഹദീസും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ പാപങ്ങളിൽ നിന്ന് അകലെയുള്ള ഒരു ജീവിത വ്യവഹാരങ്ങൾ എത്ര കൂടുന്നുവോ അത്രമാത്രം പാപമംഗലമായി തീരുന്ന ഒരു കാലഘട്ടത്തിലും സാഹചര്യത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ആ പരലോക ചിന്തയെ സജീവമാക്കിക്കൊണ്ട് മാത്രമേ ഈ സന്ദർഭത്തെ അതിജയിക്കാൻ കഴിയൂ, മറികടക്കാൻ കഴിയൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ആരും ആരെയും ഓർക്കാത്ത ദിനം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വചനമുണ്ട്. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ കരയുകയാണ്. പ്രവാചകൻ ചോദിക്കുന്നു, എന്താണ് നിന്നെ കരയിക്കുന്നത്? ആയിഷ ബീവി തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നരകത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞുപോയി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി ചോദിച്ചു, എന്തുകൊണ്ട് ആയിഷ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, ഇതാണ് സംഭവം. നാളെ പരലോകത്തെത്തുമ്പോൾ, നരകത്തിന്റെ മുമ്പിലെത്തുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകരെ താങ്കൾ കുടുംബക്കാരെ ഓർക്കുമോ? ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞ ഒരു വചനമുണ്ട്, അത് നമ്മുടെ മനസ്സിൽ മായാതെ നിൽക്കേണ്ടതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അമ്മാ ഫി സലാസത്തി മവാത്തിനിൻ, 3 സന്ദർഭങ്ങളുണ്ട്. ഫലാ യദ്കുറു അഹദുൻ അഹദ, ഒരാളും മറ്റൊരാളെയും ഓർമ്മിക്കാത്ത 3 സന്ദർഭങ്ങൾ ജീവിതത്തിലുണ്ട്. ഇൻദൽ മീസാൻ, അതിലൊന്നാമത്തേത് മീസാന് സമീപമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുടെ നന്മതിന്മകൾ തുലാസിൽ തൂക്കി നോക്കുന്ന സന്ദർഭം, ആ മീസാന്റെ മുമ്പിൽ ഓരോ മനുഷ്യരും നിൽക്കുന്ന സന്ദർഭമുണ്ട്. ഹത്താ യഅലമ അയഖിഫു മീസാനുഹു അം യസ്കുൽ, എന്റെ ഈ തുലാസ്, നന്മയുടെ തുലാസ് താഴുമോ പൊങ്ങുമോ എന്ന് ഓരോ മനുഷ്യനും ആശങ്കയോടുകൂടി നിൽക്കുന്ന ഒരു സന്ദർഭം. അപ്പോൾ ഒരാളും മറ്റൊരാളെയും ഓർക്കുകയില്ല. രണ്ടാമത്തെ രംഗം പ്രവാചകൻ പറഞ്ഞു, കിതാബ് കിട്ടുന്ന സന്ദർഭം, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത റെക്കോർഡുകൾ കിട്ടുന്ന സന്ദർഭം. ഹത്താ യഅലമ അയ്ന യഖഉ കിതാബുഹു ഫി യമീനിഹി അം ഫി ശിമാലിഹി അം മിൻ വറാഇ ളുഹ്രി, എന്റെ വലത് കൈയിലാണോ കിട്ടുക, എന്റെ ഇടത് കൈയിലാണോ കിട്ടുക, അതോ പിന്നിലൂടെയാണോ ലഭിക്കുക, ഞാൻ ഏത് സംഘത്തിലാണോ പെടുക എന്ന് ഓരോ മനുഷ്യരും ആശങ്കയോടുകൂടി നിൽക്കുന്ന കിതാബ് കിട്ടുന്ന സന്ദർഭം. വൈൻദ സിറാത്ത്, റസൂലുള്ളാഹി പറഞ്ഞു, 3ാമത്തെ സന്ദർഭം സിറാത്തിന് സമീപമാണ്. ഇദാ ഉദിഅ ബൈന ളഹറൈ ജഹന്നം ഹത്താ യജൂസ്, ആ നരകത്തിന് അഭിമുഖമായി അല്ലാഹു ഒരു പാലം കെട്ടുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ ആ പാലം മുറിച്ച് കഴിയുന്നതുവരെ ഒരു മനുഷ്യനും തന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനെ പോലും ഒരിക്കലും ഓർക്കുകയില്ല. ഈ 3 സന്ദർഭങ്ങളിൽ ഒരാളും ഒരാളെയും ഓർക്കുകയില്ല എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ നാളെ കുടുംബത്തെക്കുറിച്ച് ആ സന്ദർഭത്തിൽ ഓർക്കുമോ എന്ന് ആയിഷ ബീവി ചോദിച്ചപ്പോൾ പ്രവാചകൻ പ്രതികരിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് സിറാത്തിനെ മുറിച്ചു കിടക്കുന്ന സന്ദർഭം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലേക്കൊരു ചിന്ത വന്നാൽ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കും. അതല്ല, അത് മാത്രമേ അതിന് മാർഗമുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ജഹന്നം, ആ നരകത്തിന് അഭിമുഖമായി സിറാത്ത് നിർമ്മിക്കപ്പെടുന്ന സന്ദർഭമുണ്ടല്ലോ. റസൂലുള്ളാഹി പറയുകയാണ്, ഫഅഖൂലു അവ്വല മൻ യജൂസു മിനർ റുസുലി ബി ഉമ്മത്തിഹി, സ്വന്തം സമുദായത്തോടൊപ്പം ആ സിറാത്ത് പാലം കടക്കാൻ ഒന്നാമതായി അനുവദിക്കപ്പെടുക ഞാനായിരിക്കും. വലാ യതകല്ലമു യൗമഇദിൻ ഇല്ലർ റുസുൽ, അമ്പിയാക്കന്മാർക്കല്ലാതെ മറ്റാർക്കും സംസാരിക്കാനുള്ള അനുവാദമൊന്നുണ്ടാവുകയില്ല. പക്ഷേ വകലാമുർ റസൂലി യൗമഇദിൻ, അന്ന് പ്രവാചകന്മാർ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം, പടച്ചവനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് മാത്രമായിരിക്കും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്മാര് പോലും അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അത്തരം ഒരു സന്ദർഭം വരാനിരിക്കുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഈ നിമിഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ, ഈ രംഗങ്ങളെക്കുറിച്ചുള്ള ചിന്ത, ഇത് മാത്രമേ മനുഷ്യനെ ആത്യന്തികമായി തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അകന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ പ്രാപ്തമാക്കൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്റെ പ്രിയപ്പെട്ട യുവസുഹൃത്തുക്കൾ പ്രത്യേകമായിട്ട് ചിന്തിക്കണം. നമ്മുടെ നിമിഷങ്ങൾ പലപ്പോഴും വിലപ്പെട്ട നിമിഷങ്ങൾ മറ്റൊന്നാണല്ലോ. സൗത്ത് ആഫ്രിക്കയിൽ ആരാണ് ഗോളടിക്കുന്നത് വിമർശിക്കുകയും ആക്ഷേപിക്കുകയല്ല, ഈ ചിത്രങ്ങളും കൂടി അതിനോടൊപ്പം ചേർത്ത് വെച്ച് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ബ്രസീലിന്റെ ഗോൾ വലയിലേക്ക് വേറെ ഏതോ ഒരു ടീമിന്റെ കളിക്കാരൻ ഗോളടിച്ചു വീഴ്ത്തുമ്പോൾ എഴുന്നേറ്റുപോയി കെട്ടിത്തൂങ്ങി മരിക്കാൻ മാത്രം കഴിയുന്ന ഒരു യൗവനമായി, ഒരുപക്ഷെ നിരാശരായ യൗവനമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ
നമുക്ക് ആലോചിക്കാൻ കഴിയണം. ഈ ഇത്തരം ചില സന്ദർഭങ്ങളുണ്ടല്ലോ, പ്രവാചകന്മാര് വിശദീകരിച്ചു തന്ന സിറാത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന സന്ദർഭം, കിതാബ് കിട്ടുന്ന സന്ദർഭം, മീസാന സമീപം നിൽക്കുന്ന സന്ദർഭം, മരണത്തിന്റെ സന്ദർഭം, ഖബറിലെ രംഗം, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വീക്ഷണത്തിന് അനുയോജ്യമായ ഒരു ജീവിതത്തെ ക്രമീകരിച്ചെടുക്കുവാൻ, നിർമ്മിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.